പത്തനംതിട്ട ചിറ്റാറിൽ വീണ്ടും വന്യമൃഗ ആക്രമണം ഉണ്ടായി. സീതത്തോട് സ്വദേശിയായ വയോധികന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഇന്ന് പരിക്കേറ്റു. കാലിനും നടുവിനും പരിക്കേറ്റ ബിജുവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ശ്രീജിത്ത് സംഭവിച്ചത്? എസ്കെഎം, ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയ ആളുകളെ ഉപദ്രവിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇത് കോന്നി ചിറ്റാർ മേഖലയിൽ നാട്ടുകാർ സ്ഥിരമായി പരാതി പറയുന്നു. വന്യമൃഗം എന്നാൽ വനത്തിൽ ജീവിക്കട്ടെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വയോധികന് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അദ്ദേഹം പിന്നീട് പത്തനംതിട്ട ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അത് കാലിനും സമാനമായ രീതിയിൽ മുതുകിനും ഒക്കെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ ബിജുവിനെ 80 ഏക്കർ എന്ന സ്ഥലത്ത്, ചിറ്റാറിലെ പ്രസിദ്ധമായ സ്ഥലമാണ് 80 ഏക്കർ എന്ന സ്ഥലത്ത് അതിനോട് ചേർന്ന പ്രദേശത്ത് വെച്ച് കാട്ടുപന്നി ആക്രമിക്കുന്നത്. ആ പ്രദേശത്ത് നിൽക്കുകയായിരുന്ന ബിജുവിന് നേരെ കാട്ടുപന്നി പാഞ്ഞെടുക്കുകയായിരുന്നു. നടുവിനും കാലിനും ഗുരുതരമായ പരിക്കുണ്ട്. ആദ്യം സീതത്തോട് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കൂടുതൽ ചികിത്സ നൽകിയതിനു ശേഷമാണ് അവിടെ നിന്ന് ഇപ്പോൾ പത്തനംതിട്ട ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിട്ടയച്ചിരിക്കുന്നത്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ല. കാട്ടുപന്നിയെ വെടിവെച്ചാൽ കേസാണ്, പക്ഷേ കാട്ടുപന്നി ആക്രമിച്ചാൽ യാതൊരു തരത്തിലും മറ്റ് കാട്ടുപന്നിയെ തിരിച്ച് ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ കഴിയുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ പ്രതിഷേധം തൊട്ടടുത്ത ദിവസം മുതൽ കാണുമെന്ന് CPIM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ അറിയിച്ചു കഴിഞ്ഞു. SKN. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ടെലിഫോണിൽ ചേർന്ന്